ശ്രീനാഥ് ഭാസിയെ സംബന്ധിച്ച് നല്ലൊരു നടനാണ്, നല്ല രീതിക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെറ്റിൽ നിങ്ങൾ ഡയലോഗുകൾ പറയുമ്പോൾ എന്നോട് ഇൻ്റർവ്യൂവിൽ ശ്രീനാഥ് ഭാസി പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് വാണി മേഡം. ഞാൻ പല സിനിമകളും കഴിച്ചു, അവരുടെ കൂടെ ഇങ്ങനെ അഭിനയിക്കാൻ പറ്റിയ എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഇതേ ഫ്ലോറിൽ ഇരുന്ന് നടന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? എനിക്ക് എന്താ പറയുക, പുള്ളിയുടെ കൂടെ അതല്ല, പുള്ളി ഓരോ സീൻ കഴിയുമ്പോഴും അവർ പോയിട്ട് ഇങ്ങനെ മോണിറ്ററിലൊക്കെ നോക്കും. അപ്പം എന്നോട് ചോദിക്കും മോണിറ്ററിൽ നോക്കുന്ന, എനിക്കറിയില്ല. ഞങ്ങൾ മുമ്പ് ചെയ്തു വെച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ അഭിനയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറപ്പാണ് അവിടെ ഒരു വ്യത്യാസമോ ഒന്നും വരില്ല. മേക്കപ്പിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി, അഭിനയത്തിൽ നമുക്ക് നോക്കണ്ട. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. പുള്ളി ഓരോന്നോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയിട്ട് വരുന്നിട്ട് എന്നോട് ഡൗട്ട് ചോദിച്ചു, ഇങ്ങനെ ഇത് അങ്ങനെ നോക്കേണ്ട കാര്യമില്ലേ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അസാധ്യ ആർട്ടിസ്റ്റാണ് ഇവിടുത്തെ ന്യൂജൻ, ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇത്ര തലമുറയുടെ കൂടെ അല്ലേ? പിന്നെ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഡയറക്ടർമാരാണെങ്കിലും പ്രൊഡ്യൂസർമാരെ തേടിയെത്തുന്നത്. അതെ, അതൊരു ഭാഗ്യമാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഗ്ലാമർ വേഷങ്ങൾ ചെയ്ത് ഇവിടെ ആക്ഷനിലേക്ക് വന്നു, കോമഡി സിനിമകൾ ചെയ്തു. ബാബുരാജ് എന്ന് പറഞ്ഞ വ്യക്തിയും അങ്ങനെ തന്നെയാണ്. എന്നോട് ബാബുചേട്ടൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി അവിടെ പീടി മേടിക്കാൻ പോകും, അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ഇവിടെ നിന്ന് ഇടി മേടിക്കാൻ പോകും. ആ കഥാപാത്രം മാറി ബാബുചേട്ടൻ്റെ കരിയർ തന്നെ മാറിയെന്ന് ചിന്തിച്ചു ചോദിക്കും. അയ്യോ, അതല്ലേ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമല്ലേ, അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പുള്ളി ഒരു വില്ലൻ, അങ്ങനെയാണല്ലോ കൂടുതൽ വില്ലൻ എന്നുള്ള, അതിൽ നിന്ന് പെട്ടെന്ന് കോമഡിയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്കാണ് അത് അത്ഭുതം. ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ വരുമ്പോൾ പുള്ളി അമ്മയെ ചിരിപ്പിക്കലും വീട്ടിലുള്ളവരെയൊക്കെ ചിരിപ്പിക്കാനായിട്ട് എപ്പോഴും ഞങ്ങൾ ചിരി. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഒരു കോമഡി വേഷം ചെയ്തപ്പോൾ ഞങ്ങൾക്കത് വലിയൊരു അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല. ഈ സിനിമകൾ സംസാരിക്കാറുണ്ടല്ലോ വീട്ടിൽ അല്ലെ മക്കളുമായിട്ട്? സിനിമകൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. മക്കൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരുന്നു? വാണി വിശ്വനാഥന്റെ സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട? അത് മോന് കൂടുതൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇഷ്ടമാണ്. മോൾക്ക് മാനർമത്തായി ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എപ്പോഴും ആ ഒരു പാട്ട് എപ്പോഴും കാണാറുണ്ട്. എപ്പോഴും അവൾ ആ പാട്ട് കാണും കൂടുതലായിട്ട്. അവരെന്നെയാണ് ഇനി എന്താ അഭിനയിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഞാൻ വരുന്നതും അവരെന്നെയാണ് അതിന്റെ ഒരു കാരണം. കുട്ടികൾ തന്നെയാണ് സമയമല്ല കുട്ടികൾ പറയുമ്പോൾ. പിന്നെ റൈഫിൾ ക്ലബ്ബ് വന്നപ്പോൾ എന്നോട് പലരും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുമ്പ് ചെയ്യായിരുന്നു, തുടങ്ങായിരുന്നു, എന്തിനു വെറുതെ വേസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു വിഷമം തോന്നി എനിക്ക്. എല്ലാവരും ഇത് പറഞ്ഞപ്പോൾ ഒരേ കാര്യം തന്നെയായിരുന്നു എല്ലാവരും പറഞ്ഞത്, കുറച്ചുകൂടെ മുമ്പ് വരായിരുന്നു എന്ന്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ബാബുചേട്ടനോട് സംസാരിക്കാറുണ്ടോ? മലയാളത്തിൽ നിന്ന് വരുമ്പോൾ കുറച്ച് കൂടുതൽ ആക്ച്വലി ഈ പടം ബാബുവേട്ടനെയാണ് ഫസ്റ്റ് വിളിച്ചത്. പിന്നെ നമ്മുടെ റൈഫിൾ ക്ലബ്ബ് വിളിച്ചപ്പോൾ പുള്ളി ആഷിഖ് അബു സാർ വിളിച്ചപ്പോൾ പുള്ളി എനിക്ക് തന്നു. പിന്നെ ആഷിഖ് അബു എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരക്ടറുകളെ ആരിടണം എന്ന് അതിൽ ഉസ്താദാണ് ശരിക്കും പറഞ്ഞാൽ. ഓരോ ക്യാരക്ടറുകൾ ആരിടണം, അപ്പോൾ അത് എനിക്ക് മുമ്പേ അറിയാം. പിന്നെ പുള്ളി വാണിക്ക് ഒരു ക്യാരക്ടർ എടുത്ത് വെച്ചിട്ടെന്ന് പറഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, കഥ കേൾക്കേണ്ട കാര്യമില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയാണ് സംഭവം, ചെറിയ ഓരോ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഓരോ ഇൻസിഡൻസാണ് ആ പടത്തിലത്തെ പറഞ്ഞത്. ഞാൻ ധൈര്യമായിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഓരോ പടങ്ങളിലെ കഥ. ഈ കഥ ശരിക്കും കേട്ടത് ബാബുവേട്ടനാണ്. നീ കേൾക്കുന്നു, നിനക്ക് ഇഷ്ടാവുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെയാണ് ഞാൻ കേൾക്കുന്നത്. ഈ ബാബുചേട്ടൻ ഒരു ഡയറക്ടറും കൂടെയാണ് അല്ലേ? അദ്ദേഹം ഡയറക്ടറാണ്, ആക്ടറാണ്, നിർമ്മാതാവാണ്. ബാബുചേട്ടനുള്ള ഒരു ആക്ടറെ വാണി വിശ്വനാഥനൊരു ആരാധിക, ഭാര്യ എന്ന് മാറ്റി ആരാധിക കാണുന്നത് എങ്ങനെയാണ്? ആക്ടറിനെ കാണുന്നത് എല്ലാവരും പോലെ തന്നെയാണ്. എനിക്കിഷ്ടമാണ്, ഇഷ്ടമുള്ള ക്യാരക്ടറുകൾ. ഇപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ആയിക്കോട്ടെ, മായാമോഹിനിയൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് ചിരിച്ച സമയം. എനിക്ക് കോമഡി ചെയ്യുന്നതാണ് കൂടുതൽ ഇഷ്ടം. പുള്ളി കോമഡിയോട് കൂടിയിട്ടുള്ള ചില സിനിമകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കോമഡി അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. അതെ, അതായത് ഒരു ഡിഫറെന്റ് ഉണ്ട് മറ്റുള്ള കോമഡി ആക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. ഇപ്പൊ മലയാളത്തിൽ കോമഡിക്ക് പഞ്ഞമില്ല, കോമഡി ആർട്ടിസ്റ്റുകൾക്ക് പഞ്ഞമില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളി ചെയ്യുന്ന കോമഡിക്ക് ഒരു വ്യത്യാസമുണ്ട്. അതായിരിക്കാം ജനങ്ങളെയും എല്ലാവരും ആകർഷിച്ചത്. ആ ഒരു ഡിഫറെന്റ് ഉണ്ട് ആ കോമഡിക്ക്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.